മോദിജിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഹർഷാരവം മുടക്കിക്കൊണ്ട് മോദിജി അഭിവാദ്യം ചെയ്യാൻ ഹർഷാരവങ്ങളോട് അഭിവാദ്യം ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും പിന്നിലിരിക്കുന്ന ആളുകൾ വരെ മുഴുവൻ ആളുകളും കൈയടിച്ച് നരേന്ദ്രമോദിജിയെ അഭിവാദ്യം ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. भारतीय जनता पार्टी के राष्ट्रीय अध्यक्ष श्रीमान अमित भाई शाह, भारतीय जनता पार्टी के पूर्व राष्ट्रीय अध्यक्ष श्रद्धेय आडवाणी जी, डॉक्टर मुरली मनोहर जोशी जी, श्रीमान वेंकैया नायडू जी, श्री नितिन गडकरी जी, श्रीमान राजनाथ सिंह जी, मंच पर विराजमान केरल प्रदेश भारतीय जनता पार्टी के अध्यक्ष एवं केंद्र के और राज्य के सभी वरिष्ठ महानुभाव और विशाल संख्या में पधारे हुए केरल के मेरे प्यारे भाइयों और बहनों, जरूरत नहीं है, हाँ, लोगों को समझ में आया. प्रिया सहोदरी सहोदरन मारे, एल्लावरक्कुम नमस्कारम. സാമൂതിരിയുടെ മണ്ണിൽ വിശാലമായി സമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ. പാജാസിരജാവിന്റെയും കുഞ്ചലിമർക്കാറിന്റെയും നട്ടിൽ നിങ്ങളെ നേരിൽ കാണാൻ എത്തിച്ചേരാൻ സാധിച്ചതിൽ ആദിയായ സന്തോഷമുണ്ട്. God's own country. केरल का स्मरण मात्र से मन में एक गॉड्स ओन कंट्री के रूप में एक श्रद्धा का, एक पवित्रता का भाव पैदा होता है. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളമെന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിലേക്ക് വരുന്നത് വിശുദ്ധമായിട്ടുള്ളൊരു വികാരമാണ്, പവിത്രമായിട്ടുള്ളൊരു വികാരമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള വികാരം. और ये श्रद्धा, ये पवित्रता का भाव सिर्फ भूभाग के कारण नहीं है. यहां के लोगों ने, यहां के ऋषियों ने, मुनियों ने, साधु संतों ने, यहां की भिन्न भिन्न परंपराओं ने जिन उच्च आदर्शों, मूल्यों, सादगी, परिश्रम जन जन के अंदर संस्कारित किया है, उसी का परिणाम है कि आज पूरे देश में जहां कहीं भी केरल का व्यक्ति है, हर कोई उसको आदर भाव से देखता है. ഇത് വെറും ഈ മണ്ണിന്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. അതിനപ്പുറത്ത് ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിൽ ജീവിച്ചിട്ടുള്ള മഹാത്മാക്കൾ, ഈ നാട്ടിൽ ജീവിച്ചിട്ടുള്ള വിശുദ്ധന്മാരും ഋഷിമാരും മുനിമാരുമായിട്ടുള്ള മഹത് വ്യക്തികൾ, അങ്ങനെയുള്ളവരെല്ലാവരും ചേർന്ന് ഈ നാട്ടിന്റെ പാരമ്പര്യത്തിൽ, ഈ മണ്ണിന്റെ പാരമ്പര്യത്തിൽ വളർത്തിയെടുത്തിട്ടുള്ള സംസ്കാരം, ആ സംസ്കാരത്തിന്റെ ഫലമായിട്ട് കേരളത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, കേരളത്തെക്കുറിച്ച് അറിയുമ്പോൾ, ഈ നാടിനെക്കുറിച്ച്
വിശുദ്ധമായിട്ടുള്ള ഒരു വികാരത്തോടുകൂടി മാത്രം, പവിത്രമായിട്ടുള്ള വികാരത്തോടുകൂടി മാത്രമേ ഈ മണ്ണിനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഈ നാടിന്റെ പ്രത്യേകത. पिछले दिनों मुझे खाड़ी के देशों में, गल्फ कंट्रीज में जाने का अवसर मिला. कोई देश का मुखिया दूसरे देश में जाता है तो दो देशों के मुखियाओं के बीच बातें होना बड़ा स्वाभाविक होता है. लेकिन मैंने आग्रह किया था कि सरकारी तौर पर जो बातें होगी सो होगी, लेकिन मैं इस इलाके में मेरे देश के लोग जो आकर के बसे हैं, पसीना बहाते हैं, और जिसमें ज्यादातर केरल के लोग हैं, मैं उनको मिलना चाहूंगा, उनके दर्शन करना चाहूंगा. ഈ അടുത്ത കാലത്ത് ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുമ്പോൾ ആ രാജ്യത്തെ രാഷ്ട്രത്തലവനുമായിട്ട് രണ്ട് രാഷ്ട്രങ്ങളിലെയും രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആ കൂടിക്കാഴ്ചകൾ എന്തായാലും ഉണ്ടാകും. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പോയപ്പോൾ ആഗ്രഹം പ്രകടിപ്പിച്ചത് ആ കൂടിക്കാഴ്ചക്കപ്പുറത്ത് ഈ ഗൾഫിന്റെ മണ്ണിൽ വിയർപ്പൊടുക്കി പണിയെടുക്കുന്ന പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് എന്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളായിട്ടുള്ള ആളുകൾ, അവരെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, അവരുമായിട്ട് എനിക്ക് കൂടിക്കാഴ്ചക്കുള്ള അവസരമുണ്ടാകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. और जिस किसी देश के आगेवानों को मिलता था, उनके मुखिया को मिलता था, हर किसी के मुंह से हिंदुस्तानियों की, केरल के लोगों की, उनके काम की, उनके डिसिप्लिन की, उनके जीवन की भरपूर प्रशंसा सुनकर के गर्व महसूस करता हूं. അങ്ങനെ രാഷ്ട്രത്തലവന്മാരായിട്ടുള്ള ആളുകളെ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ ലഭിച്ചപ്പോഴൊക്കെ തന്നെ അവരുടെ വാക്കുകളിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ അവരുടെ അധ്വാനശീലത്തെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ അവർ നടത്തുന്ന പ്രശംസ കേട്ട് സ്വയം എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. आज इस धरती पर मुझे दोबारा आने का अवसर मिला है. इसी मैदान में कुछ वर्ष पूर्व मुझे एक पॉलिटिकल रैली को संबोधित करने का सौभाग्य मिला था. लेकिन उस दिन में और आज दिन के नजरिए में मैं इतना फर्क देख रहा हूं. हेलीपैड से लेकर के यहां तक पूरे रास्ते भर ह्यूमन चेन नहीं, मैंने ह्यूमन वॉल देखा और उत्साह से भरा हुआ लोगों का जमघट देखा. ഈ ഭൂമിയിൽ വീണ്ടും ഒരിക്കൽ കൂടി വരാനുള്ള ഒരു അവസരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഇതേ ഭൂമിയിൽ, ഈ കേരളത്തിൽ എനിക്ക് ഇതേപോലെയുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അന്ന് ഞാൻ കണ്ട കാഴ്ചയും ഇന്നത്തെ കാഴ്ചയും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു. ഇന്ന് ഹെലിപാഡ് മുതൽ ഇവിടെ എത്തുന്നത് വരെയുള്ള വഴി, ആ വഴിയിലുടനീളം കേവലം മനുഷ്യർ ഒരുമിച്ച് നിന്ന് ചങ്ങല തീർക്കുകയായിരുന്നില്ല, ഒരു മനുഷ്യ ഭിത്തിയാണ് ഞാൻ ഇന്ന് ഈ ഹെലിപാഡ് മുതൽ ഇവിടെ വരെയുള്ള ഈ പ്രദേശത്ത് മുഴുവൻ കണ്ടത്. आज से 50 साल पहले पंडित दीनदयाल उपाध्याय जी का अध्यक्ष के नाते दायित्व यहां तय हुआ था. उन्होंने कार्यभार संभाला था. 50 साल पहले के अखबार निकाल करके देखिए. मैं नहीं जानता हूं अखबार के किसी कोने में भारतीय जनसंघ के उस कार्यक्रम की कोई खबर छपी होगी कि नहीं छपी होगी.
भारतीय जनसंघ के किसी नेता की तस्वीर छपी होगी या नहीं छपी होगी, भारतीय जनसंघ क्या है, केरल में क्यों आए हैं, क्या कर रहे हैं, मुझे नहीं लगता है कि 50 साल पहले कोई व्यापक चर्चा हुई होगी। उस समय के पॉलिटिकल पंडितों को आज आश्चर्य होता होगा कि 125 करोड़ का देश, इतना बड़ा लोकतंत्र, इतनी विविधताओं से भरा हुआ लोकतंत्र, इतनी भाषाएं, इतनी परंपराएं, इतने संप्रदाय, और 50 साल के भीतर भीतर ये दल हिंदुस्तान की नंबर 1 पार्टी बन गया। भारत में पूर्ण बहुमत के साथ देश की जनता ने उसको सेवा करने का मौका दे दिया। 50 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഭൂമിയിലാണ് ശ്രീ ദീൻദയാൽ ഉപാധ്യായ ഭാരതീയ ജനസംഘത്തിന്റെ അധ്യക്ഷ പദം ഏറ്റെടുത്തത്. അന്നത്തെ ആ സമ്മേളനത്തെക്കുറിച്ച് ആ കാലത്തെ മാധ്യമങ്ങളിൽ എത്രമാത്രം വാർത്ത വന്നു എന്നറിയില്ല. പത്രമാധ്യമങ്ങൾ എത്രമാത്രം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നറിയില്ല. എത്രമാത്രം ഗൗരവത്തോടുകൂടി ഭാരതീയ ജനസംഘം എന്നുള്ള പാർട്ടിയെക്കുറിച്ച് അറിയാനും ചർച്ച ചെയ്യാനും അന്ന് മാധ്യമങ്ങൾ താൽപര്യമെടുത്തു എന്നറിയില്ല. പക്ഷേ ഇന്ന് 125 കോടി ജനങ്ങളുള്ള ഈ നാട് വ്യത്യസ്തമായിട്ടുള്ള രീതികളും സമ്പ്രദായങ്ങളും, വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും വേഷഭൂഷങ്ങളും, വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും, വ്യത്യസ്തമായിട്ടുള്ള ആഹാര രീതികളും ഒക്കെയുള്ള ഈ രാജ്യത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്നു. കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഭാരം, ആ ഭരണഭാരം ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നു. അതാണ് ഇന്നത്തെ വ്യത്യാസം. आज हम उस पूर्व संध्या पर मिल रहे हैं जब कल से हिंदुस्तान राजनीतिक चिंतन के एक मनीषी पंडित दीनदयाल उपाध्याय जी की जन्मशती मनाने जा रहा है. നമ്മൾ ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ ചിന്തകൻ, അങ്ങനെയുള്ള ഉൾക്കാഴ്ചയുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ പൂർവ്വസായാഹ്നത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. पिछली शताब्दी में भारत के राजनीतिक जीवन को 3 महापुरुषों के चिंतन ने प्रभावित किया. जिस विचार प्रभाव से चलने वाले राजनीतिक कार्यकर्ता आज भी हिंदुस्तान की राजनीति में अपना योगदान दे रहे हैं, सबसे ऊपर है महात्मा गांधी, पंडित दीनदयाल उपाध्याय, राम मनोहर लोहिया. गांधी, दीनदयाल, लोहिया, ये पिछली शताब्दी के 3 महान विचारक जिनके चिंतन का प्रभाव आज के हिंदुस्तान की राजनीति पर कहीं न कहीं नजर आता है. കഴിഞ്ഞ നൂറ്റാണ്ട് ഈ രാജ്യത്ത് 3 മഹാവ്യക്തിത്വങ്ങൾ, ആ 3 മഹാവ്യക്തിത്വങ്ങളുടെ ആശയങ്ങളുടെ, അവരുടെ രാഷ്ട്രീയ ചിന്തകളുടെ, ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുടെ, അവരുടെയൊക്കെ പരിശ്രമങ്ങളുടെ ചരിത്രമാണ്. ആദ്യത്തെ പേര് സ്വാഭാവികമായും ശ്രീ മഹാത്മാഗാന്ധിയുടെ പേര്, രണ്ടാമത്തെ പേര് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ പേര്, പിന്നീടുള്ള പേര് ശ്രീ രാം മനോഹർ ലോഹിയയുടെ പേര്. ഗാന്ധിജിയുടെയും ദീനദയാൽജിയുടെയും ലോഹ്യാജിയുടെയും ആശയങ്ങൾ, ആ ആശയങ്ങളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട്
ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടികൾ, ആ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് ഈ നാടിന്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചരിത്രം. जब एनडीए की लोकसभा के चुने हुए सदस्यों ने मुझे अपने नेता के रूप में चुना और संसद के सेंट्रल हॉल में नेता के रूप में जब मेरा पहला भाषण हुआ तब मैंने कहा था, हमारी ये सरकार गरीबों को समर्पित है। ये विचार, ये भाव महात्मा गांधी और पंडित दीनदयाल उपाध्याय जी के चिंतन में से प्राप्त हुए हैं, प्रेरणा में से प्राप्त हुए हैं। अंत्योदय की दीनदयाल जी की कल्पना में से हमने हमारी सरकार के कार्यकलाप को रेखांकित करने का प्रयास किया है. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നേതാവായി എന്നെ തെരഞ്ഞെടുത്തപ്പോൾ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സർക്കാരായിരിക്കും ഈ വരാൻ പോകുന്ന സർക്കാർ. ദീൻദയാൽജി മുന്നോട്ട് വെച്ച അന്ത്യോദയം എന്നുള്ള ആശയം ഈ നാട്ടിലെ, ഈ സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ള ആശയം, ആ ആശയം നടപ്പിലാക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ്, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സർക്കാരിന്റെ 2.5 വർഷക്കാലത്തെ ചരിത്രം. सत्ता की राजनीति की गलियारे में आने से पहले अनेक वर्षों तक संगठन का कार्य करने का मुझे सौभाग्य मिला और मैं हमेशा कहता भी था, अनुभव करता था कि हमारे पार्टी के जितने महानुभाव हैं उनकी चिंतन धारा हमारी वैचारिक धरोहर तैयार करती है। लेकिन साथ साथ केरल के भारतीय जनसंघ के और केरल के भारतीय जनता पार्टी के सैकड़ों कार्यकर्ताओं ने गत दशकों में जो बलिदान दिए हैं, हजारों कार्यकर्ताओं ने जो यातनाएं झेली हैं, लाखों कार्यकर्ताओं ने, सामने कुछ नजर नहीं आता था, सत्ता दूर दूर तक दिखती नहीं थी। आज भी केरल के कार्यकर्ताओं को सत्ता का सौभाग्य नहीं मिला, उसके बावजूद भी वे डटे रहे, वे जूझते रहे, विचार के लिए बलिदान होते रहे। ऐसे केरल के कार्यकर्ता सदा सर्वदा हिंदुस्तान के लाखों कार्यकर्ताओं की प्रेरणा रहे हैं. അധികാരത്തിന്റെ ഇടനാഴികളിൽ എത്തുന്നതിന് മുൻപ് വർഷങ്ങളോളം സംഘടനാ പ്രവർത്തനം നടത്തിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ അനുഭവത്തിന്റെ പാരമ്പര്യം, ആ കാലഘട്ടങ്ങളിൽ നിരവധി വ്യക്തികൾ ഈ സംഘടനയുടെ ഈ ആശയത്തെ മുന്നോട്ട് നയിച്ച, ഈ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് നയിച്ച, അതിനു വേണ്ടിയിട്ടുള്ള സംഭാവനകൾ നൽകിയ നിരവധി വ്യക്തികൾ, അവരുടെ പരിശ്രമം, അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ, ആ സംഭാവനകളെല്ലാം തന്നെ നമുക്ക് സ്മരിക്കേണ്ട സംഭാവനകളാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിൽ ഭാരതീയ ജനസംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകർ നൽകിയിട്ടുള്ള ബലിദാനം, നൂറുകണക്കിന് പ്രവർത്തകരുടെ രക്തസാക്ഷിത്വം, നൂറുകണക്കിന് പ്രവർത്തകർ എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ട്
ആശയത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും ആ കഷ്ടപ്പാടുകളിൽ ഒന്നും തന്നെ അടിപതറാതെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അല്പം പോലും താമസമില്ലാതെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ അധികാരം എന്നുള്ളത് കണ്ണെത്താത്ത ദൂരത്തിലായിരിക്കുമ്പോഴും ഇന്നും അധികാരത്തിന്റെ അംശം പോലും അനുഭവിക്കാൻ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ സ്വന്തം ആശയത്തിന് വേണ്ടി, സ്വന്തം പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകരുടെ ആത്മസമർപ്പണമാണ് ഈ രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മുഴുവൻ പ്രേരണ നൽകുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. और मैं केरल के कार्यकर्ताओं को विश्वास दिलाना चाहता हूं कि आपने जो तपस्या की है, आपने जो यातनाएं झेली है, आपने जो बलिदान दिया है, ये बलिदान कभी बेकार नहीं जाएगा. कभी न कभी तो आपका बलिदान रंग लाएगा, केरल का भी भाग्य बदलेगा. भारतीय जनता पार्टी केरल के भाग्य को बदलने की निमित्त बनेगी, ये मैं साफ साफ देख रहा हूं. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ പ്രവർത്തകർക്ക് ഒരു ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കേരളത്തിലെ പ്രവർത്തകരും ജനങ്ങളും നൽകിയിട്ടുള്ള ഈ ബലിദാനം ഒരിക്കലും വ്യർത്ഥമാകില്ല. ഇതൊരിക്കലും വെറുതെയാകാൻ പോകുന്നില്ല. കേരളത്തിന്റെയും ഭാഗ്യം, കേരളത്തിലും മാറ്റത്തിന്റെ തുടക്കം, ആ തുടക്കം ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിന്റെ മാറ്റം ഭാരതീയ ജനതാ പാർട്ടിയിലൂടെയായിരിക്കും. ആ മാറ്റമുണ്ടാകും. അതിന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള നിമിത്തമായിട്ട് മാറും എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. केरल में हिंदुस्तान का नंबर 1 राज्य बनके की हर प्रकार की शक्ति पड़ी हुई है. हम उसको ताकत देना चाहते हैं और देश में केरल अग्रिम पंक्ति में आगे बढ़े, इसके लिए भारतीय जनता पार्टी और भारत सरकार पूरी तरह अपना योगदान देने के लिए सदा सर्वदा तैयार रहेगी. കേരളം ഈ രാജ്യത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാകാനുള്ള ശേഷിയുള്ള, ക്ഷമതയുള്ള സംസ്ഥാനമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും എല്ലാവിധത്തിലുള്ള സഹകരണവും പിന്തുണയും നൽകാൻ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. देश एक ही मंत्र को लेकर के आज बहुत तेज गति से आगे बढ़ रहा है. सबका साथ, सबका विकास, और इसलिए विकास का मंत्र लेकर के, अनेक योजनाओं लेकर के आज देश पूरी दुनिया में एक स्वर से कहा जा रहा है कि विश्व की तेज गति से आगे बढ़ने वाली इकोनॉमी में, दुनिया की बड़ी बड़ी इकोनॉमी में हिंदुस्तान आज सबसे तेज गति से आगे बढ़ने वाली इकोनॉमी है. ഈ രാജ്യം മുഴുവൻ ഒരേ ഒരു സന്ദേശവുമായിട്ട്, എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നുള്ള സന്ദേശം, ആ സന്ദേശവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ, അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയായിട്ട് ഈ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. मछुआरा हो या मजदूर हो, किसान हो या कारोबारी हो, दिल्ली में बैठी हुई सरकार हर किसी को एम्पावर करने के लिए, हर किसी को एक नई ऊर्जा, नई शक्ति, नया सामर्थ्य, नया अवसर देने के लिए प्रयास कर रही है. और सारी योजनाएं समाज के सशक्तिकरण पर केंद्रित की गई है.
മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, തൊഴിലാളികളാകട്ടെ, കർഷകരാകട്ടെ, കാർഷിക മേഖലയിലെ തൊഴിലാളികളാകട്ടെ, ആരാണെങ്കിലും അവരുടെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. आज मानव जात के सामने अनेक चुनौतियां हैं. हम कई वर्षों से सुन रहे हैं 21वीं सदी एशिया की सदी, और 21वीं सदी एशिया की सदी बने, इसके लिए हर प्रकार की संभावनाएं हैं, हर प्रकार की शक्तियां मौजूद है, और सारे अवसर साफ साफ नजर आ रहे हैं. മനുഷ്യരാശിയുടെ മുൻപാകെ നിരവധി വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ നേരിടാനുള്ള ശേഷി നമ്മൾ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാണ്. ആ ഏഷ്യയുടെ നൂറ്റാണ്ടായിട്ട് 21ാം നൂറ്റാണ്ടിനെ മാറ്റാൻ അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ശക്തി സമാഹരിക്കൽ, അതിനുള്ള സാധ്യതകൾ, ആ സാധ്യതകൾ വളരെയേറെ ഉണ്ട് എന്നുള്ളത് ഇന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. एशिया के सभी देश 21वीं सदी एशिया की बने, हर देश अपना योगदान देने के लिए भरसक प्रयास कर रहा है. 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാക്കി മാറ്റാൻ ഈ ഭൂഖണ്ഡത്തിലെ, ഏഷ്യ ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും അവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. लेकिन एक देश एशिया में ऐसा है जो 21वीं सदी एशिया की न बने, पूरा एशिया रक्त रंजित हो, पूरा एशिया आतंकवाद की चपेट में आ जाए, खून खराबा हो, निर्दोष लोग मौत के घाट उतार दिए जाए, उसके षड्यंत्र करने में पूरी तरह लगा हुआ है. പക്ഷേ 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാകാൻ ഈ ഏഷ്യ ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും പരിശ്രമിക്കുമ്പോൾ ഒരു രാജ്യം മാത്രം അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ നാട്ടിൽ, ഈ ഭൂഖണ്ഡത്തിൽ അശാന്തിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ, ഈ ഭൂഖണ്ഡത്തിൽ രക്തപ്പുഴകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഭൂഖണ്ഡത്തിൽ അഹിംസയുടെ സന്ദേശം പരത്താൻ ശ്രമിക്കുകയാണ്, ഇതിന്റെ സന്ദേശം പരത്താൻ ശ്രമിക്കുകയാണ്. ഈ ഭൂഖണ്ഡം പുരോഗതിയിലേക്ക് നീങ്ങുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. एशिया के अंदर जहां जहां आतंकवाद की घटनाएं घट रही हैं, हर देश एक ही देश को गुनहगार मानता है. सवाल सिर्फ भारत का नहीं है, यही एक देश है जो चारों तरफ आतंकवाद को एक्सपोर्ट करने में लगा हुआ है. ഏഷ്യയിൽ എവിടെയൊക്കെ ഭീകരവാദ സംഭവങ്ങൾ ഉണ്ടാകുന്നു, ആ സംഭവങ്ങളിലൊക്കെ തന്നെ ഈ രാജ്യമാണ് കുറ്റവാളി. ഏഷ്യയുടെ എല്ലാ ഭാഗങ്ങളിലും നാലുപാടും ഭീകരവാദം വിതയ്ക്കുന്ന രാജ്യമായിട്ട് ഈ രാജ്യം മാറിയിരിക്കുന്നു. अफगानिस्तान हो, बांग्लादेश हो, अड़ोस पड़ोस के और देश हो, सब दूर. और आपने देखा होगा दुनिया में जब भी आतंकवाद की घटनाओं की खबर आती है तो थोड़े दिन में ये भी खबर आती है कि आतंकवादी या तो इस देश से गया था, या तो आतंकवादी घटना करने के बाद ओसामा बिन लादेन की तरह उस देश में आकर के बसा था, वही उसका आश्रय स्थान बना था.
ഈ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ, അത് അഫ്ഗാനിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആണെങ്കിലും, എന്ന് മാത്രമല്ല ലോകത്തെവിടെ ഭീകരവാദ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ നാടിന്റെ പേര്, ഈ രാജ്യത്തിന്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു, അതിന്റെ ഉത്തരവാദിയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഒന്നുകിൽ ഭീകരവാദികൾ ഈ നാട്ടിൽ നിന്ന് പോയി അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു, അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദനെ പോലെ ഭീകരവാദ പ്രവർത്തനം നടത്തിയതിനു ശേഷം ഈ രാജ്യത്ത് വന്ന് അഭയം തേടി അവിടെ ഒളിത്താവളമാക്കിയിട്ട് മാറ്റുന്നു. भाइयों बहनों, आतंकवाद कैसा होता है ये केरल के लोग भली भांति जानते हैं. हमारी केरल की बेटियों को आतंकवादी उठा करके ले गए थे. नर्सिंग का काम करने के लिए, मानवता की सेवा करने के लिए खाड़ी के देशों में हमारी केरल की बेटियां सेवा भाव से काम कर रही थी. आतंकवादी उठा करके ले गए. पूरा हिंदुस्तान बेचैन हो गया था, हमारी बेटियों को हम बचा पाएंगे कि नहीं बचा पाएंगे, उनके जीवन का क्या होगा, वो जिंदा बचेगी कि नहीं बचेगी, उनके मां बाप को हम क्या जवाब दे पाएंगे. चारों तरफ चिंता का माहौल था. लेकिन पूरा केरल, उसने देखा कि दिल्ली में बैठी हुई सरकार इतनी चौकन्नी थी. भरसक प्रयास किया, डिप्लोमेटिक प्रयास किया और मेरी केरल की उन बेटियों को सही सलामत उनके घर तक हमने पहुंचा दिया. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളുടെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ജനതയാണ്. കേരളത്തിലെ പെൺമക്കൾ, പെൺകുട്ടികൾ, ആയിരക്കണക്കിന് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ളവരുണ്ട്. കേരളത്തിലെ നഴ്സുമാർ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഭീകരവാദികൾ ആ നഴ്സുമാരെ തട്ടിക്കൊണ്ടുപോയി അവരെ തടങ്കലിലാക്കി. അവർക്ക് ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ചു. ഡൽഹിയിലെ കേന്ദ്രത്തിലെ സർക്കാർ അവരെ വിട്ടയക്കാൻ വേണ്ടിയിട്ട്, അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു, നയതന്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ചു, വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തി. ആ ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് അവർക്കാർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ മാതാപിതാക്കളുടെ കൈകളിലെത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ സർക്കാരിന് സാധിച്ചു. आतंकवाद ये मानवता का दुश्मन है. पूरे विश्व की मानव जात को मानवतावादियों ने एक होकर के आतंकवाद को परास्त करना ही होगा. और आतंकवाद के सामने न हिंदुस्तान झुका है, न हिंदुस्तान झुकेगा. आतंकवाद को परास्त करके रहेगा. ഭീകരവാദം മനുഷ്യത്വത്തിന്റെ മുഴുവൻ ശത്രുവാണ്. ഭീകരവാദത്തിന് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഭാരതം തയ്യാറല്ല. ഭാരതം അതിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല, മുട്ടുമടക്കില്ല, മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. भाइयों बहनों, इन दिनों पूरे देश में एक आक्रोश का माहौल है. जम्मू कश्मीर में, उरी में हमारे पड़ोसी देश ने जो एक्सपोर्ट किए हुए टेररिस्टों ने हमारे 18 जवानों को बलिदान होना पड़ा. आतंकवादी कान खोल के सुन ले, यह देश इस बात को कभी भूलने वाला नहीं है. രാജ്യം മുഴുവൻ ആശങ്കയുടെ, അസ്വസ്ഥതയുടെ ഒരു സാഹചര്യത്തിലാണിന്ന്. ജമ്മു കാശ്മീരിലെ ഉറിയിൽ നമ്മുടെ അയൽ രാജ്യം, ആ അയൽ രാജ്യത്തിന്റെ സംരക്ഷണത്തോടുകൂടി, പിന്തുണയോടുകൂടി എത്തിയ ഭീകരവാദികൾ
സൈനിക ക്യാമ്പ് ആക്രമിച്ച് 18 സൈനികരെ കൊലപ്പെടുത്തി. ഒരു കാര്യം അവർ ഓർമ്മിക്കണം, ഇതിന് ഒരു കാരണവശാലും ഭാരതം ഇതൊരിക്കലും മറക്കാൻ പോകുന്നില്ല. ഇതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇതിന് മറുപടി പറയാൻ ഭാരതം എന്നും തയ്യാറായിരിക്കും. मेरे प्यारे भाइयों बहनों, पिछले कुछ महीनों में 17 बार ये पड़ोसी देश ने जो टेररिस्ट एक्सपोर्ट किए थे, 17 बार अलग अलग गुट, कभी 4 की संख्या में, कभी 6 की संख्या में सीमा पार करके इन फिदायिन हमलावरों ने इसको तहस नहस देश को करने का प्रयास किया। लेकिन हमारी सेना, जाबाज सेना ने पिछले कुछ ही महीनों में इन 17 प्रयासों को विफल किया। लाइन ऑफ कंट्रोल के पास ही इन फिदायिन हमलावरों को मौत के घाट उतार दिया। पिछले कई वर्षों में इतने कम समय में सबसे ज्यादा 110 से भी ज्यादा आतंकवादियों को हमारी सेना के जवानों ने मौत के घाट उतार दिया। കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ 17 തവണ, ചിലപ്പോൾ 4 പേര്, ചിലപ്പോൾ 5 പേര്, അങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് അതിർത്തി ഭേദിക്കാനുള്ള ശ്രമങ്ങൾ ഈ ഭീകരവാദികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സൈന്യം അങ്ങനെയുള്ള ഓരോ പരിശ്രമത്തെയും, ആ പരിശ്രമത്തെ അതിനെ സമർത്ഥമായി നേരിട്ടുകൊണ്ട് അതിനെ പരാജയപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ഈ 17ഓളം ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ, ഈ ശ്രമങ്ങൾ, അതിൽ 110 ഈ ഭീകരവാദികളെ, 110ഓളം ഭീകരവാദികളെ അവരെ വധിച്ചുകൊണ്ട് അവരെ കാലപുരിയിലേക്ക് അയക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. इन संभवित 17 भयंकर घटनाओं से देश को बचाने का महान काम हमारे देश के जाबाज जवानों ने किया, सुरक्षा बलों ने किया, सीना तान करके लड़ाइयां लड़ी और देश के सामान्य मानवी को रक्षा देने के लिए वो लड़ते रहे, वे सदा सर्वदा जागते रहे। और हमें 125 करोड़ देशवासियों को हमारी सेना पर नाज है, हमारी सेना पर हमें गर्व है, उनकी वीरता पे गर्व है, उनके पराक्रम पे गर्व है, उनके बलिदान की गाथाओं पर गर्व है। ഈ 17 സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ അതിർത്തികൾ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, അതിലൂടെ ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള സമർത്ഥമായിട്ടുള്ള ശ്രമം ഇന്ത്യൻ സൈന്യമാണ് നടത്തിയത്. ആ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ 125 കോടി ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ, ആ ജനങ്ങൾ ഈ സേനയുടെ പരിശ്രമം, ഈ സേന നടത്തിയിട്ടുള്ള സമർത്ഥമായിട്ടുള്ള ചെറുത്തുനിൽപ്പ്, ഈ സേന ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വീരശൂരമായിട്ടുള്ള പരിശ്രമങ്ങൾ, ഈ സേന കാണിച്ചിട്ടുള്ള സാഹസികത തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം നൽകുന്നതാണ്. നമുക്ക് നന്ദിയുള്ളവരാണ്. ഈ സൈന്യത്തിലെ ഓരോ ഭടനോടും അവരെ ഓർത്ത് ഈ രാജ്യം അഭിമാനം കൊള്ളുകയാണ്. आप कल्पना कर सकते हैं, पड़ोसी देश एक घटना में सफल हुआ और हमारे 18 वीरों को बलि होना पड़ा। अगर इन 17 घटनाओं में अगर वो सफल हुए होते तो देश को कितना तबाह कर देते,
इसका आप अंदाज कर सकते हो। നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും നമ്മുടെ ഈ അയൽരാജ്യം നടത്തിയ ഒരു പരിശ്രമം അതിൽ 18 ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 17 ശ്രമങ്ങൾ, ആ 17 ശ്രമങ്ങളിൽ ഓരോന്നിലും ഇത്തരത്തിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ എത്രയേറെ പേർക്ക് ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്ന് ഊഹിക്കുമ്പോൾ അപ്പോഴാണ് സേന നടത്തുന്ന പരിശ്രമങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. मेरे प्यारे देशवासियों, हमारे सेना के जवान, हमारे सुरक्षा बलों के जवान, चाहे बीएसएफ हो, चाहे सीआरपीएफ हो, चाहे जम्मू कश्मीर की पुलिस हो, चाहे नॉर्थ ईस्ट की पुलिस हो, जितने भी हमारे सुरक्षा बल के जवान हैं, वो इस लड़ाई को जीतते चले गए हैं. इसका कारण सिर्फ शस्त्र नहीं होते हैं. जवानों के लिए शस्त्र तो एक खिलौना होता है, लेकिन जवानों की शक्ति देश का मनोबल होता है. आज हिंदुस्तान का मनोबल सबसे ऊंचा है, सबसे बुलंद हौसला है, और देश के लिए, देश के जवानों के लिए, भारत के 125 करोड़ देशवासियों का ये मनोबल, यही हमारी ताकत है और यही हमारे सैन्य का सामर्थ्य है. പ്രിയപ്പെട്ട നാട്ടുകാരെ, സേന നടത്തിയിട്ടുള്ള ഈ പരിശ്രമങ്ങൾ അത് ബിഎസ്എഫ് ആണെങ്കിലും സിആർപിഎഫ് ആണെങ്കിലും ജമ്മു കാശ്മീരിലെയോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയോ പോലീസ് സംവിധാനമാണെങ്കിലും അവർക്കെല്ലാവർക്കും തന്നെ ഇത്രയും സമർത്ഥമായിട്ടുള്ള രീതിയിൽ, ഇത്രയും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഈ ഭീകരവാദികളെ നേരിടാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ ആയുധങ്ങളുടെ ബലം കൊണ്ട് മാത്രമല്ല. ആയുധങ്ങൾ ജവാന്മാരെ സംബന്ധിച്ചിടത്തോളം കളിപ്പാട്ടങ്ങളാണ്. അവർക്ക് ശക്തി നൽകുന്നത് ആയുധങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിന്റെ പിന്തുണയാണ്. ഇന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിന്റെ പിന്തുണ, ആ മനസ്സിന്റെ ശക്തി ഏറ്റവും ഉയർന്ന രൂപത്തിൽ ഈ നാട്ടിലെ ജവാന്മാരോടൊപ്പമാണ്. ആ മനഃശക്തിയാണ് ഈ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജവാന്മാർക്ക് വിദേശ ശക്തികളുടെ ആക്രമണങ്ങളെ, അതിക്രമങ്ങളെ സമർത്ഥമായിട്ട് നേരിടാൻ അവർക്ക് പ്രേരണ നൽകുന്നത്. पड़ोस के देश के नेता, उनके हुक्मरान कहा करते थे 1000 साल लड़ेंगे, काल के भीतर कहां खो गए कहीं नजर नहीं आते. ഈ അയൽരാജ്യത്തിന്റെ ചില നേതാക്കന്മാർ പറയുമായിരുന്നു, ഞങ്ങൾ 1000 വർഷത്തെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. എവിടെ പോയി അവരുടെ യുദ്ധവീര്യം? അവരുടെ പരാക്രമം മുഴുവൻ ഈ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുകയല്ലേ? और आज के हुक्मरान आतंकवादियों के आकाओं के लिखे हुए भाषण पढ़ करके कश्मीर के गीत गा रहे हैं. ഇപ്പോഴവിടുത്തെ നേതാവ് ഭീകരവാദികൾ എഴുതിയ പ്രസംഗം വായിച്ച് കാശ്മീരിന്റെ പാട്ടുകൾ പാടുകയാണ്. मैं आज यहां से सीधा सीधा पाकिस्तान की आवाम से बात करना चाहता हूं. उन हुक्मरानों से जो आतंकवादियों के आकाओं के लिखे हुए भाषण पढ़ते हैं, दुनिया को उनसे कोई अपेक्षा नहीं है, लेकिन मैं आज यहां से पाकिस्तान की आवाम से बात करना चाहता हूं. ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് പാകിസ്ഥാൻ ജനതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭീകരവാദികളുടെ പ്രസംഗം വായിക്കുന്ന
ആളുകളെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. അവരെക്കുറിച്ച് ലോകത്തിനറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പകരം പാകിസ്ഥാനിലെ जनതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. मैं पाकिस्तान की आवाम को याद दिलाना चाहता हूं कि 1947 के पहले आपके पूर्वज भी इसी संयुक्त हिंदुस्तान की धरती को प्रणाम करते थे, इसी को अपनी मिट्टी मानते थे और उस हिसाब से आपके उन पूर्वजों की याद दिलाते हुए मैं आज आपसे कुछ बातें कहना चाहता हूं. അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, പാകിസ്ഥാനിലെ ജനതയോട് 1947 മുൻപ് നിങ്ങളുടെ പൂർവികർ അന്ന് ഒരുമിച്ച് നിന്നിരുന്ന വിഭജനത്തിന് മുൻപുള്ള ഈ നാടിനെ പ്രണമിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പൂർവികർ ജീവിച്ചിരുന്നത്. ആ ജനതയോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുക. पाकिस्तान की आवाम अपने हुक्मरानों को जरा पूछे कि पीओके तो आपके पास है, आप उसको भी संभाल नहीं पाते. कभी पश्चिम बंगाल, पूर्वी पाकिस्तान जो आज का बांग्लादेश, वो भी आपके पास था, उसको भी संभाल नहीं पाए. आप सिंध को संभाल नहीं पा रहे हो, आप गिलगिट को नहीं संभाल पा रहे हो, आप पख्तूनिस को संभाल नहीं पा रहे हो, आप बलूचिस्तान को नहीं संभाल पा रहे हो. ये तो आपके पास है, आपका शासन है, आप इसको भी नहीं संभाल पाए हो और आपको कश्मीर की बातें करके ये आपको गुमराह कर रहे हैं. आप पाकिस्तान की आवाम अपने नेताओं को जरा पूछे कि जो घर में है उनको तो ढंग से संभाल करके दिखाओ. പാകിസ്ഥാനിലെ ജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പറയാൻ ആഗ്രഹിക്കുകയാണ്. കാശ്മീരിലെ പാക് അധീന കാശ്മീർ, ആ പാക് അധീന കാശ്മീർ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലേ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ബംഗ്ലാദേശ് നിങ്ങളുടെ കൈവശമായിരുന്നില്ലേ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ എന്തുകൊണ്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല? സിന്ധ് നിങ്ങളുടെ ഭാഗമല്ലേ? അവിടെ എന്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ഗിൽഗിത് നിങ്ങളുടെ ഭാഗമല്ലേ? എന്തുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല? പഖ്തൂണിസ്ഥാൻ നിങ്ങളുടെ ഭാഗമല്ലേ? എന്തുകൊണ്ട് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ബലൂചിസ്ഥാൻ നിങ്ങളുടെ ഭാഗമല്ലേ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പാകിസ്ഥാനിലെ ജനങ്ങളെ, അവിടുത്തെ നേതൃത്വം കാശ്മീരിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങളോട്, ആ ജനതയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. നമ്മുടെ കൈവശമുള്ള പ്രദേശങ്ങൾ പോലും നേരായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത നിങ്ങൾ കാശ്മീരിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ വിഡ്ഢികളാക്കുകയല്ലേ? पाकिस्तान की आवाम अपने हुक्मरानों को जरा पूछे कि दोनों देश एक साथ आजाद हुए, क्या कारण है कि हिंदुस्तान दुनिया में सॉफ्टवेयर एक्सपोर्ट करता है और आपके हुक्मरान टेररिस्टों को एक्सपोर्ट करते हैं? क्या कारण है? പാകിസ്ഥാനിലെ ജനത അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളും ഒരേ കാലത്ത് ഒരേ സമയത്ത് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളാണ്. എന്തുകൊണ്ട് ഇന്ത്യ വിവര സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ, IT മേഖലയിൽ ഇന്ത്യ കയറ്റുമതി നടത്തുന്നു, വിവര സാങ്കേതിക വിദ്യ കയറ്റുമതി നടത്തുന്നു. പാകിസ്ഥാൻ ഭീകരവാദികളെ കയറ്റുമതി നടത്തുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. पाकिस्तान की आवाम से मैं कहना चाहता हूं, आपको गुमराह करने के लिए आपके हुक्मरान
1000 साल तक हिंदुस्तान से लड़ने की बातें करते हैं। आज दिल्ली में ऐसी सरकार बैठी है, मैं आपकी इस चुनौती को स्वीकार करने के लिए तैयार हूं। നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങളുടെ നേതൃത്വം 1000 വർഷക്കാലത്തെ യുദ്ധത്തെക്കുറിച്ച് വാചകമടിക്കുന്നു. ഡൽഹിയിൽ കേന്ദ്രത്തിലെ സർക്കാർ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. पाकिस्तान की अवाम, मैं आपको कहना चाहता हूं, हिंदुस्तान आपसे लड़ाई लड़ने को तैयार है। आओ आओ, हिम्मत हो, आओ हिम्मत हो तो लड़ाई उस बात की लड़े। आइए हम गरीबी को खत्म करने का काम करें, आप अपने देश में गरीबी को खत्म करने का काम करें, हम दोनों लड़ाई लड़े। देखते हैं सबसे पहले अपने देश की गरीबी कौन खत्म करता है। आओ, पाकिस्तान की आवाम इसको पसंद करेगी। പാകിസ്ഥാനിലെ ജനതയോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്കൊരുമിച്ച് ഈ യുദ്ധത്തിലേക്ക് നീങ്ങാം. ഈ രണ്ട് രാജ്യങ്ങളിലെയും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ, ആ യുദ്ധത്തിൽ ആരാണ് മുന്നോട്ട് വരിക, ആരാണ് മുന്നിലെത്തുക, ആരാണ് അതിൽ വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പരിശ്രമം നടത്താം എന്ന് പാകിസ്ഥാനിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. पाकिस्तान के नौजवान, आओ लड़ाई लड़े। पहले हिंदुस्तान बेरोजगारी खत्म करता है कि पहले पाकिस्तान बेरोजगारी खत्म करता है। आओ बेरोजगारी को खत्म करने की लड़ाई लड़े और देखें पहले कौन जीतता है। പാകിസ്ഥാനിലെ ചെറുപ്പക്കാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, തൊഴിലില്ലായ്മക്കെതിരായിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിന് നമുക്ക് തുടക്കമിടാം. പാകിസ്ഥാനിലെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ആദ്യം കഴിയുമോ, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ആദ്യം കഴിയുമോ എന്നുള്ളതിൽ നമുക്കൊരു ശ്രമം നടത്താം. ആദ്യം തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം നമുക്ക് നടത്താം. मैं पाकिस्तान के उन छोटे छोटे बालकों से बात करना चाहता हूं, आइए हम अशिक्षा के खिलाफ लड़ाई लड़े। पाकिस्तान भी अशिक्षा को खत्म करने के लिए लड़ाई लड़े, हिंदुस्तान भी अशिक्षा को खत्म करने के लिए लड़ाई लड़े और देखें पहले हिंदुस्तान जीतता है कि पहले पाकिस्तान जीतता है। പാകിസ്ഥാനിലെ ചെറിയ കുട്ടികൾ, അവിടുത്തെ ബാലികാ ബാലന്മാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നമുക്ക് നമ്മുടെ നാടുകളിലെ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിന് തുടക്കമിടാം. ആദ്യം പാകിസ്ഥാനാണോ ഈ മേഖലയിൽ മുന്നോട്ടെത്തുക, അതോ ഈ രാജ്യം ഇന്ത്യയാണോ ഈ മേഖലയിൽ വിജയിക്കുക എന്നുള്ളത് നമുക്കൊരു യുദ്ധത്തിന്, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന് തുടക്കമിടാം. हिंदुस्तान में भी नवजात शिशु मरते हैं, प्रसूता माताएं मरती हैं। पाकिस्तान में भी नवजात शिशु मरते हैं, प्रसूता माताएं मरती हैं। आओ लड़ाई लड़े, नवजात शिशुओं को बचाने की, प्रसूता माताओं को बचाने की। आप बचा करके दिखाओ, हम बचा करके दिखाएं, देखें कौन जीतता है। നവജാത ശിശുക്കളുടെ മരണം, പ്രസവത്തിന് ശേഷമുള്ള അമ്മമാരുടെ മരണം, ഇതിലൊക്കെ പാകിസ്ഥാനും ഇന്ത്യയും ഈ മേഖലയിൽ നമുക്കൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താം. ഈ രണ്ട് രാജ്യങ്ങളിൽ എവിടെയാണ് ഈ മേഖലയിൽ നമുക്ക് മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം. और पाकिस्तान के हुक्मरान सुन ले, हमारे 18 जवानों का बलिदान बेकार नहीं जाएगा। പാകിസ്ഥാനിലെ നേതൃത്വം മനസ്സിലാക്കണം, നമ്മുടെ 18 ജവാന്മാരുടെ ജീവത്യാഗം, ആ ജീവത്യാഗം വ്യർത്ഥമാകില്ല. भारत सफल रहा है पूरे दुनिया में आपको अलग थलग करने के लिए, और हम उसको तेज करेंगे और पूरे विश्व में आपको अकेला रहने के लिए हम मजबूर करके रहेंगे. അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ഈ ശ്രമങ്ങളുടെ, അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, ഈ ലോകത്തിന്റെ മുന്നിൽ അത് മുഴുവൻ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. वो दिन दूर नहीं होगा जब पाकिस्तान की आवाम पाकिस्तान के हुक्मरानों के खिलाफ, आतंकवाद के खिलाफ लड़ाई लड़ने के लिए मैदान में आएगी. പാകിസ്ഥാനിലെ ജനത അവിടുത്തെ നേതൃത്വത്തിനെതിരായിട്ട്
ഭീകരവാദത്തിന് എതിരായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകുന്ന ദിവസം ആ ദിവസം അധികം വിദൂരമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. मेरे प्यारे देशवासियों, हमारे देश का भविष्य शांति, एकता, सद्भावना से जुड़ा हुआ है. देश का जवान तब जीतता है जब हम कंधे से कंधे मिलाकर के खड़े रहते हैं, एक स्वर से बोलते हैं, एक ही संकल्प को लेकर के चलते हैं. आज 125 करोड़ देशवासी उस देशभक्ति के ज्वार से भरे हुए हैं. आज 125 करोड़ देशवासी भारत की आन बान शान के लिए हर कीमत देने के लिए तैयार बैठे हैं. और इसलिए भाइयों बहनों, मैं भारत के उज्जवल भविष्य को देख रहा हूं, भारत में सुख चैन की जिंदगी देख रहा हूं, और उसके लिए हम सब मिलकर के सफल होंगे, ये मैं आपको विश्वास दिलाता हूं. ഈ ഭാരതം ശാന്തിയുടെയും ഏകതയുടെയും സദ്ഭാവനയുടെയും നാടാണ്. ഭാരതത്തിലെ ജവാന്മാർ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ 125 കോടി ജനങ്ങൾ ആ ജനങ്ങളുടെ ദേശഭക്തിയാൽ പ്രേരിതമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ നാടിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഭാവി, ആ ഭാവി രചിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളെയാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നത്. मेरे प्यारे देशवासियों, पंडित दीनदयाल उपाध्याय जन्म शताब्दी वर्ष को हमने गरीब कल्याण वर्ष के रूप में मनाना तय किया है. हमारी सभी प्रयासों का केंद्र बिंदु हमारा देश का गरीब हो, हमारा गरीब एम्पावर हो, गरीबी के खिलाफ लड़ाई लड़ने के लिए एक बहुत बड़ी ताकत निर्माण हो, उस दिशा में हम आगे बढ़ रहे हैं. और इस केरल की धरती, केरल के लोग, गॉड्स ओन कंट्री हमें आशीर्वाद दे ताकि हम देश के कल्याण के मार्ग पर, गरीबों के कल्याण के मार्ग पर, जन कल्याण के मार्ग पर, लोक कल्याण के मार्ग पर हम तेज गति से आगे बढ़े. ദീൻദയാൽജിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ വർഷം ഈ നാട്ടിലെ ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള, ദരിദ്രരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പാവപ്പെട്ടവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കേരളത്തിന്റെ ഭൂമി, ഈ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം ഭൂമി, ആ ഭൂമി, ഈ പരിശ്രമങ്ങളിൽ നമുക്ക് ആ ഭൂമിയുടെ അനുഗ്രഹങ്ങൾ തേടാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. 21वीं सदी में हमारा संकल्प बने कि हिंदुस्तान एक ऐसा हो जो गरीबी से मुक्त हो, समृद्धि से युक्त हो. 21ാം നൂറ്റാണ്ടിൽ ഈ നാട് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായിട്ടുള്ള, സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറട്ടെ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. भारत ऐसा देश हो जो भेदभाव से मुक्त हो, समानता से युक्त हो. ഈ ഭാരതം ഉച്ചനീചത്വങ്ങളാൽ അതിൽ നിന്ന് മുക്തമായിട്ടുള്ള സമത്വത്തിന്റെ നാടായിട്ട് മാറട്ടെ. भारत ऐसा देश हो जो अन्याय से मुक्त हो, न्याय से युक्त हो. ഈ നാട് അനീതിയിൽ നിന്ന് വിമുക്തമായിട്ടുള്ള നീതിയുടെ പ്രദേശമായിട്ട് മാറട്ടെ. भारत ऐसा देश हो गंदगी से मुक्त हो, स्वच्छता से युक्त हो. ഈ നാട് ദുർഗന്ധത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും മുക്തമായിട്ടുള്ള, ഈ നാട് സ്വച്ഛതയുടെയും, ഈ നാട് അങ്ങനെയുള്ള ഒരു പ്രദേശമായിട്ട് സ്വച്ഛതയുടെ പ്രദേശമാകട്ടെ. भारत ऐसा देश हो जो भ्रष्टाचार से मुक्त हो, पारदर्शिता से युक्त हो. ഈ ഭാരതം അഴിമതിയിൽ നിന്ന് വിമുക്തമായ സുതാര്യതയുടെ പ്രദേശമായിട്ട് മാറട്ടെ. भारत ऐसा देश हो
बेरोजगारी से मुक्त हो, रोजगारी से युक्त हो। ഈ ഭാരതം തൊഴിലില്ലായ്മയിൽ നിന്ന് വിമുക്തമായിട്ടുള്ള തൊഴിലുകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു നാടായിട്ട് മാറട്ടെ. भारत ऐसा देश हो, महिला उत्पीड़न से मुक्त हो, नारी सम्मान से युक्त हो। ഈ ഭാരതം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ നിന്ന് മുക്തമായിട്ടുള്ള സ്ത്രീകൾക്ക് ആദരവ് ലഭിക്കുന്ന പ്രദേശമായിട്ട് നാടായിട്ട് മാറട്ടെ. भारत ऐसा देश हो जो निराशा से मुक्त हो, आशा से युक्त हो। ഈ നാട് നിരാശയുടെ കയങ്ങളിൽ നിന്ന് ഉയർന്ന് ആശയുടെ പ്രതീക്ഷകളുടെ നാടായിട്ട് മാറട്ടെ. पंडित दीनदयाल उपाध्याय जी की जन्म शती में इसी संकल्प को लेकर के हम सब आगे बढ़े। इसी एक अपेक्षा के साथ आप सबका बहुत बहुत आभार, आप सबको बहुत बहुत शुभकामनाएं। ദീൻദയാൽജിയുടെ ജന്മശതാബ്ദിയുടെ ഈ വർഷത്തിൽ ഈ പ്രതീക്ഷകളുമായിട്ട് ഈ ദൃഢപ്രതിജ്ഞയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ആശംസകൾ. मेरे साथ मुट्ठी बंद करके पूरी ताकत से बोलिए। എല്ലാവരും കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പറയാം. भारत माता की ജയ്, भारत माता की ജയ്, भारत माता की ജയ്. बहुत बहुत धन्यवाद। प्रधानमंत्री नरेंद्र मोदी ने पाकिस्तान पर जमकर निशाना साधा है, पाकिस्तान को आगाह किया है, कहा है कि जितने भी पाकिस्तान पर प्रधानमंत्री नरेंद्र मोदी का जबरदस्त निशाना कि 21वीं सदी एशिया को एक देश की वजह से पूरा एशिया रक्त रंजित है, पूरे एशिया में खून बह रहा है। एक देश की वजह से पूरा एशिया, चाहे वो अफगानिस्तान हो, बांग्लादेश हो, हमारे पड़ोस के दूसरे देश हो, वो सब परेशान हैं। एक ही देश के लोग आतंकवाद में पाए जाते हैं। आतंकवाद के आगे झुकेगा नहीं भारत, और आतंकवाद जो है वो हमारे पड़ोसी की वजह से फैलाया जा रहा है, और उसी पड़ोसी की वजह से 21वीं सदी एशिया की सदी नहीं बन पा रही है। पाकिस्तान ऑक्युपाइड पीओके पाकिस्तान संभाल नहीं पा रहा है। आतंकवादियों की स्क्रिप्ट पढ़ते हैं पाकिस्तान के नेता, और पूरी दुनिया में ये जब कहा जा रहा है कि दुनिया की सबसे तेज गति में आगे बढ़ने वाली इकोनॉमी भारत है, ऐसे में पाकिस्तान हमारे देश में अस्थिरता फैला रहा है। हर देश अपना योगदान जब 21वीं सदी बनने के लिए दे रहा है, वहां पर पाकिस्तान आतंकवाद फैला रहा है। एशिया के अंदर जहां जहां आतंकवाद की घटनाएं घट रही हैं, वो एक ही देश को गुनहगार मानते हैं। एशिया के सभी देश सिर्फ एक देश को गुनहगार मानते हैं, और वो देश है पाकिस्तान। पाकिस्तान एशिया के अंदर आतंकवाद फैला रहा है, यही देश यानी कि पाकिस्तान आतंकवाद फैला रहा है, और ये सब मानते हैं कि आतंकवाद अगर कोई फैला रहा है तो वो पाकिस्तान है। अफगानिस्तान, बांग्लादेश या हमारे आस पड़ोस के तमाम देश, उसमें सिर्फ और सिर्फ पाकिस्तान के लोग पाए जाते हैं।